കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളമൊട്ടാകെ കോൺഗ്രസിൻ്റെ പ്രചരണ യന്ത്രത്തെ ആര് ചലിപ്പിക്കണമെന്നുള്ള ചോദ്യം കോൺഗ്രസിനുള്ളിൽ ഉയർന്നു വന്നപ്പോൾ അവർക്ക് മറ്റൊരു പേരും കണ്ടെത്താനായില്ല. ആ പേര് കെ മുരളീധരൻ്റെ പേര് തന്നെയായിരുന്നു. സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ പ്രചരണ സംവിധാനത്തെ കെ മുരളീധരൻ നയിക്കട്ടെ എന്ന് ഏകകണ്ഠമായി നേതാക്കൾ കൂടി തീരുമാനിച്ചിരിക്കുകയാണ്. നേരത്തെ ശശി തരൂരിൻ്റെ പേരൊക്കെ ഉയർന്നു വന്നിരുന്നു. ശശി തരൂർ കുറച്ചു നാളായി കേരളത്തിലെ കോൺഗ്രസ് പരിപാടികൾ വളരെ സജീവമായിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ പ്രചരണ സംവിധാനം ഏൽപ്പിച്ചാലോ അല്ലെങ്കിൽ പ്രചരണത്തിൻ്റെ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിച്ചാലോ എന്നൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആരായുകയും അദ്ദേഹം നമ്മളോട് സഹകരിച്ച് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ഏൽപ്പിക്കുന്നതിൽ തെറ്റില്ല എന്ന് കേരളത്തിലെ നേതാക്കൾ മറുപടി നൽകുകയും ചെയ്തതാണ്. എന്നാൽ ശശി തരൂർ പിന്നീട് വീണ്ടും ഈ കുടുംബാധിപത്യം എന്നൊക്കെ പറഞ്ഞ് നെഹ്റു കുടുംബത്തിനെതിരെ ചില ലേഖനങ്ങളുമായി ഇറങ്ങിയതോടെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ വീണ്ടും അദ്ദേഹത്തിന് എതിരായി. അപ്പോഴാണ് ഒരു പുതിയൊരു നേതാവിനെ കോൺഗ്രസിൻ്റെ പ്രചരണ സംവിധാനം, കാരണം സംസ്ഥാനം ഒട്ടുക്കും ആരാധകരുള്ള, സംസ്ഥാനം ഒട്ടുക്കും തിളങ്ങാൻ കഴിവുള്ള, സംസ്ഥാനം ഒട്ടുക്കും രാഷ്ട്രീയ പ്രാധാന്യമുള്ള, ഒരു കരിസ്മയുള്ള, ജനങ്ങൾക്ക് മുന്നിൽ അംഗീകാരമുള്ളൊരു നേതാവിനെ തന്നെ കോൺഗ്രസിൻ്റെ പ്രചരണ സംവിധാനം ഏൽപ്പിക്കണമെന്നുള്ള ആശയം വന്നപ്പോഴാണ് അതിന് മറ്റാരും വേണ്ട, കെ മുരളീധരനുള്ളപ്പോൾ പിന്നെ ഏത് നേതാവ് എന്നുള്ള ചോദ്യം കോൺഗ്രസ് ഇന്നലെ ഉയർന്നു വന്നത്. അങ്ങനെ കെ മുരളീധരൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രചരണം നയിക്കും. വരുന്ന 2 തെരഞ്ഞെടുപ്പുകളിലും, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രചരണ സംവിധാനത്തെ മൊത്തം ചലിപ്പിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം കെ മുരളീധരന് തന്നെയായിരിക്കും. ഇടതുമുന്നണിയിൽ CPM-ലും അവരുടെ സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കാരണം ഇടതുമുന്നണി അധികാരത്തിലെത്തിയാൽ അടുത്ത തവണ മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയൻ തന്നെയായിരിക്കും 3ാം തവണ. അക്കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. അപ്പോൾ കെ മുരളീധരനെ പോലെ നേതാവാണ് പിണറായി വിജയനെ പോലെ നേതാവിന് എതിരെ നിൽക്കാൻ കഴിയുക, അല്ലെങ്കിൽ കോമ്പറ്റീറ്ററായിട്ട് നിൽക്കാൻ കഴിയുക. പിണറായി വിജയന് എതിരെ നിൽക്കാൻ കഴിയുന്ന ഒരു നേതാവ് വേണം, അല്ലെങ്കിൽ പിണറായി വിജയന് കട്ടക്കി നിൽക്കാൻ കഴിയുന്ന ഒരു നേതാവ് വേണം കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും പ്രചരണ സംവിധാനം നയിക്കാനെന്നുള്ള ആലോചന വന്നപ്പോഴാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ച വന്നപ്പോഴാണ് കെ മുരളീധരനെ കോൺഗ്രസിൻ്റെ പ്രചരണ സംവിധാനത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുക എന്നുള്ളൊരു ആശയം കോൺഗ്രസിനുള്ളിൽ ഉരുത്തിരിഞ്ഞത്. കാരണം പിണറായി വിജയൻ പറയുന്നതിനൊക്കെ കൃത്യമായി മറുപടി പറയുകയും CPM നേതൃത്വത്തെ ആഞ്ഞടിക്കുകയും ചെയ്യാൻ കഴിയുള്ള, അങ്ങനെ ചെയ്താൽ മാത്രം പോരാ, അത് ജനങ്ങളിലേക്ക് എത്താൻ കഴിയുള്ള, അദ്ദേഹം പറഞ്ഞാൽ അത് ജനങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാവുക കൂടെ വേണം. അത്തരത്തിലൊരു നേതാവിനെ ഈ പ്രചാരണത്തിൻ്റെ ചുമതല ഏൽപ്പിക്കണമെന്നുള്ള ചർച്ച ഉയർന്നു വന്നപ്പോഴാണ് എന്നാൽ അത് കെ മുരളീധരനെ തന്നെ ഏൽപ്പിക്കാമെന്ന് കോൺഗ്രസിലെ പല പ്രമുഖ നേതാക്കളും ചിന്തിച്ചത്. ഇപ്പോൾ അങ്ങനെയാണ് ആ വഴിക്കൊരു ചിന്ത ഉണ്ടായത്. ഏതായാലും കെ മുരളീധരൻ കോൺഗ്രസിൻ്റെ പ്രചരണ സംവിധാനത്തെ നയിക്കുമെന്നുള്ള സൂചനയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിൽ ശബരിനാഥിനെ കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് കെ മുരളീധരൻ ഒരു നീക്കം നടത്തിയിരുന്നു. അത് കോൺഗ്രസിന് വലിയ അളവിൽ ഗുണം ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ആത്മവിശ്വാസം തന്നെ കോൺഗ്രസിന് തിരുവനന്തപുരത്ത് ലഭിച്ചു. കാരണം തിരുവനന്തപുരം അസംബ്ലി മണ്ഡലത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ കോൺഗ്രസിൻ്റെ നില വളരെ പരിതാപകരമാണ്. അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്താണ്. കേവലം 10-11 കൗൺസിലർമാരേ ഉള്ളൂ. അവിടെ 1ാം സ്ഥാനം CPM-ഉം 2ാം സ്ഥാനം BJP-യുമാണ്. 3ാം സ്ഥാനത്താണ് കോൺഗ്രസ്. തിരുവനന്തപുരം അസംബ്ലി മണ്ഡലവും നിയമവും ഒക്കെ അങ്ങനെ തന്നെയാണ്. കോൺഗ്രസ് പലപ്പോഴും 2ാം സ്ഥാനത്തും അല്ലെങ്കിൽ 3ാം സ്ഥാനത്തും ഒക്കെ പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട്. കെ മുരളീധരനെ പോലെ എപ്പോഴും ജനങ്ങളുമായി സംവദിക്കാൻ, 24 മണിക്കൂറും ജനങ്ങളുമായി സംവദിക്കാൻ സദാ സന്നദ്ധനായി നിൽക്കുന്ന ഒരു നേതാവുണ്ടെങ്കിൽ കോൺഗ്രസിന് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാകും. അതുകൊണ്ട് തന്നെയാണ് കെ മുരളീധരനെ സംസ്ഥാനം ഒട്ടുക്കും തങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനറായി നിശ്ചയിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിൻ്റെ സ്റ്റാർ ക്യാമ്പയിനർ പിണറായി വിജയന് എതിരെ കെ മുരളീധരനായിരിക്കും പ്രചരണ സംവിധാനം നയിക്കുക എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്.